പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളപ്പോൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്നുള്ള പാഠഭാഗങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. മാക്രോ എക്കണോമിക്സിന്റെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന പാഠഭാഗത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിന്റെ നമ്മൾ ഇനി അടുത്ത് പറയാനുള്ളത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ആണ്. അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, വിദേശത്ത് നിന്നുള്ള അറ്റ ഘടക വരുമാനം എന്ന് പറയും. വിദേശത്ത് നിന്നുള്ള കറക്റ്റ് വരുമാനം. മക്കളെ, വിദേശത്ത് നിന്നുള്ള കറക്റ്റ് വരുമാനം എത്രയാണെന്ന് നമ്മൾ പറയുമ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എത്രയാണെന്ന് ചോദിച്ചാൽ, വിദേശത്ത് നിന്നും ഇവിടേക്ക് വരുന്ന വരുമാനം, അതുപോലെ നെറ്റാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, അക്യുറേറ്റ് കറക്റ്റ് കിട്ടണം. വിദേശത്ത് നിന്ന് ഇവിടേക്ക് വരുന്ന വരുമാനത്തോടൊപ്പം ധാരാളം വിദേശികൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവർ വിദേശത്തേക്ക് അയക്കുന്ന വരുമാനം, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ എഴുതിക്കൂ. അപ്പം അടുത്ത ഹെഡിങ് നമ്മൾ കൊടുക്കേണ്ടത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ളതാണ്. നമ്മൾ അടുത്ത ഹെഡിങ് കൊടുക്കുന്നത് എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നുള്ളത്? ഇതിനു മുമ്പിലത്തെ 1-2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് പോലെ നമ്മൾ നെറ്റ് ഇൻകം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതിനെ ബേസ് ചെയ്താണ്. എന്ന് വെച്ചാൽ നെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആണ്, കറക്റ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അതിന്റെ ഡെഫിനേഷൻ ഇങ്ങനെ പറയും: നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ എബ്രോഡ് ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി. ഒന്നുകൂടെ പറയുകയാണ്: നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ എബ്രോഡ് ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു, അവരുടെ വരുമാനവും. അതാണ് പറഞ്ഞിരിക്കുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം, ഘടക വരുമാനം, ഏൺഡ് ബൈ എബ്രോഡ്, വിദേശത്ത് നിന്ന് ഏൺ ചെയ്യുന്നത്, ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്ത് നിന്നും വിദേശത്ത് പോയി അവർ സ്വീകരിക്കുന്ന വരുമാനവും, ആൻഡ് ദ ഫാക്ടർ ഇൻകം, അതുപോലെ ഘടക വരുമാനം, ആൻഡ് ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ നോർമൽ റെസിഡൻസ്, ആൻഡ് ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ നോൺ റെസിഡൻസ്, വേണേ ഫോറിനേഴ്സ് എന്ന് ബ്രാക്കറ്റ് കിട്ടും. ആൻഡ് ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ നോൺ റെസിഡൻസ് അല്ലെങ്കിൽ ഫോറിനേഴ്സ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ദാറ്റ് കൺട്രി. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ അത് ഇങ്ങനെ എഴുതണം: നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ എബ്രോഡ്. ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ എബ്രോഡ്, ഫാക്ടർ ഇൻകം ഏൺ ചെയ്യുന്നു എബ്രോഡിൽ നിന്നും, ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തെ ആളുകൾ വിദേശത്ത് നിന്ന് ഏൺ ചെയ്യുന്ന വരുമാനം, ആൻഡ് ദ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ നോൺ റെസിഡൻസ് ഓർ ഫോറിനേഴ്സ്, അല്ലെങ്കിൽ അതുപോലെ ഇവിടെ വന്ന് വിദേശികൾ ഏൺ ചെയ്യുന്ന വരുമാനം, ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ദാറ്റ് കൺട്രി, ദാറ്റ് ഈസ് കാൾഡ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഫോറിനേഴ്സ് ഇവിടെ നിന്ന് ഏൺ ചെയ്ത് അവിടേക്ക് പോകുന്ന വരുമാനവും, ഇന്ത്യക്കാര് വിദേശത്ത് പോയി ജോലി ചെയ്ത് ഇവിടേക്ക് വരുന്ന വരുമാനവും തമ്മിലുള്ള ഡിഫറൻസ് വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. ഡെഫിനേഷൻ ആയിട്ട് ഇങ്ങനെ എഴുതുക: നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ എബ്രോഡ് ബൈ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി ആൻഡ് ദ ഫാക്ടർ ഇൻകം ഏൺഡ് ബൈ നോൺ റെസിഡൻസ്, ബ്രാക്കറ്റ് ഫോറിനേഴ്സ് കൊടുത്തു, ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ദാറ്റ് കൺട്രി. ദാറ്റ് ഈസ് കാൾഡ്, അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ഒരു ഘട്ടം കഴിഞ്ഞു. അടുത്ത നമ്മൾ പറയുന്നത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. അടുത്ത കോൺസെപ്റ്റ് ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. നമ്മളിവിടെ 2 സെക്ടർ മോഡലാണ് പറയുന്നത്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അടുത്ത ഹെഡിങ് ആണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം.
മക്കളെ വരുമാനം ഇങ്ങനെ സർക്കുലറായിട്ട് ചാക്രികമായിട്ട് പ്രവഹിക്കുന്നു. വരുമാനത്തിന്റെ ചാക്രികമായ പ്രവാഹം, അതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാണാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു വേണം, നമ്മൾ മൈക്രോയിലും പറയും എന്ന് വെച്ചാൽ ഒരു ക്ലോസ്ഡ് എക്കോണമി ഉള്ള കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു സമ്പദ് വ്യവസ്ഥ ഉള്ളതായിട്ട്, ഇത്തരമുള്ള വരുമാനത്തിന്റെ ഒരു സർക്കുലർ ഫ്ലോ ഉള്ളതായിട്ട് ആ ഒരു തിയറി ഫോം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യ ഹെഡിങ് ഇങ്ങനെ കൊടുക്കുക, ടു സെക്ടർ മോഡൽ ഈസ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ടു സെക്ടർ ഇൻ ദ എക്കോണമി. ടു സെക്ടർ അല്ല, ടു സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി. ടു സെക്ടർ മോഡൽ ഈസ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ടു സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി. അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകത്തിന്റെ സർക്കുലർ ഫ്ലോ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, ഈ തിയറി വർക്ക് ആകണമെങ്കിൽ, ആപ്ലിക്കബിൾ ആകണമെങ്കിൽ ചില അസംഷൻ ഉണ്ട്. ടു സെക്ടർ മോഡലാണ്. അപ്പോൾ ഒന്നാമത്തെ അസംഷൻ നമുക്കറിയാം. ഈ തിയറിയുടെ ഒന്നാമത്തെ അസംഷൻ ഹെഡിങ് എഴുതിയിട്ടു, ടു സെക്ടർ മോഡൽ അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് എഴുതിയിട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞ സെന്റൻസ് എഴുതി, എന്താണ്? ദ ടു സെക്ടർ മോഡൽ ഈസ് ദ സർക്കുലർ ഫ്ലോ ഓഫ് ടു സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി. അത് കഴിഞ്ഞ് അസംഷൻസ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ഒന്നാമത്തെ അസംഷൻ, there are only two sectors in the economy, households and firms. ഒന്നാമത്തെ പോയിന്റ് ആണ്, there are only two sectors in the economy, households and firms. Households and firms. നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ പോരാ, there are only two sectors in the economy, households and firms. ഒരു എക്കോണമിയിൽ രണ്ട് സെക്ടർ മാത്രമേ ഉള്ളൂ, ഗാർഹിക യൂണിറ്റുകളും ഹൗസ് ഹോൾഡ്സും ഫേംസ് അല്ലെങ്കിൽ ബിസിനസ് സെക്ടറും. ഇപ്പൊ ഒന്നാമത്തെ പോയിന്റ്, there are only two sectors in the economy, household sectors and firms. ഒന്നാമത്തെ അസംഷൻ. എന്നിട്ട് രണ്ടാമത്തെ, ഹൗസ് സപ്ലൈ ഫാക്ടർ സർവീസസ്. ഫാക്ടർ സർവീസസ് സപ്ലൈ ചെയ്യാൻ ഹൗസ് ഹോൾഡിന് കഴിവുള്ളൂ, അവരുടെ പണമൊന്നുമില്ല. ഫാക്ടർ സർവീസ് എന്താണെന്നറിയാം, ലാൻഡ്, ലേബർ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഡർപ്രണർഷിപ്പ്. ഇതൊക്കെ സപ്ലൈ ചെയ്യുന്നതാണ് ഹൗസ് ഹോൾഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഹൗസ് ഹോൾഡ് സപ്ലൈ, ഗാർഹിക യൂണിറ്റുകൾ സപ്ലൈ ചെയ്യുന്നു. ഹൗസ് ഹോൾഡ്സ് സപ്ലൈ ഫാക്ടർ സർവീസസ്. ഈ സർവീസ് കൊടുക്കുന്നത് ആരാണ്? ഗാർഹിക യൂണിറ്റുകളാണ്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഹൗസ് ഹോൾഡ്സ് സപ്ലൈ ഫാക്ടർ സർവീസസ്. അടുത്ത സെന്റൻസ് ആയിട്ട്, ദ ഫേം ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദ ഫേം ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫേം എന്ത് ചെയ്യുന്നു? ഉൽപാദന ഘടകങ്ങൾ വിൽക്കുന്നു. ദ ഫേം, സോറി, ബൈ എന്ന് വെച്ചാൽ എന്ത് ചെയ്യാണ്? വാങ്ങിക്കുക. ഫേം ആണ് അത് വാങ്ങിക്കുന്നത്. ലാൻഡിന് റെന്റ് കൊടുക്കണം, ലേബർക്ക് വേജസ് കൊടുക്കണം, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെ ദ ഫേം ബൈ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഉൽപാദന ഘടകങ്ങൾ ആര് വാങ്ങിക്കുന്നു? ഫേംസ് വാങ്ങിക്കുന്നു. ഒന്നാമത്തെ അസംഷൻ, there are only two sectors in the economy, households and firms. രണ്ടാമത്തെ, household supply factor services. അടുത്ത സെന്റൻസ്, the firms by the factors of production. മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്, households spend their entire income on consumption. Households spend their entire income on consumption. ഈ കിട്ടുന്ന പണം, ലാൻഡിന് കിട്ടുന്ന റെന്റ് ആണെങ്കിലും ലേബർക്ക് കിട്ടുന്ന വേജസ് ആണെങ്കിലും, ഈ വരുമാനം മുഴുവൻ ഹൗസ് ഹോൾഡ്സ് സ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതുക, നത്തിങ് ഈസ് സേവ്ഡ്. നത്തിങ് ഈസ് സേവ്ഡ്, ഒന്നും സേവ് ചെയ്യുന്നില്ല. നാലാമത്തെ അസംഷൻ, ഫേം സെൽ ദെയർ എൻറ്റയർ ഔട്ട്പുട്ട് ടു ദ ഹൗസ് ഹോൾഡ്സ്. ഫേം ഔട്ട്പുട്ട് എല്ലാം എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. ദ എൻറ്റയർ ഔട്ട്പുട്ട് ടു ദ ഹൗസ് ഹോൾഡ്സ്. ഗാർഹിക യൂണിറ്റുകൾക്ക് എല്ലാ ഔട്ട്പുട്ടും വിൽക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, ദ എക്കോണമി ഈസ് എ ക്ലോസ്ഡ് എക്കോണമി വിത്തൗട്ട് ഗവൺമെന്റ്. ഈ എക്കോണമി എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് എക്കോണമിയാണ്, ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഇല്ലാത്ത ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ആ പോയിന്റ് ഒന്നുകൂടെ വായിക്കാം. ഒന്നാമത്തെ പോയിന്റ് 5 വായിക്കുകയാണ്, there are only two sectors in the economy, households and firms. രണ്ടാമത്തെ പോയിന്റ്, household supply factor services, the firms buy the factors of production. മൂന്നാമത്തെ പോയിന്റ്, households spend their entire income on consumption. എന്റെ കൂടെ അടുത്ത സെന്റൻസ് ആയിട്ട്, nothing is saved. അടുത്ത പോയിന്റ്, firms sell their entire output to the households. ലാസ്റ്റ് പോയിന്റ്, ദ എക്കോണമി ഈസ് എ ക്ലോസ്ഡ് എക്കോണമി വിത്തൗട്ട് ഗവൺമെന്റ്. ഇത്രയുമാണ് ഇതിന്റെ അസംഷൻ. ഇത് കേൾക്കും നിങ്ങൾ അതിന്റെ വലിയ കാര്യമെന്ന് വിചാരിക്കും. ഞാൻ ആദ്യം വളരെ ലളിതമായിട്ട് കാണിക്കാം. ഒരു കാര്യമില്ല മക്കളെ, ഇത് പറയുന്നത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ 2 സെക്ടറേ ഉള്ളൂ, ബിസിനസ് സെക്ടർ അല്ലെങ്കിൽ ഫേംസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് സെക്ടർ. പടം വേറെയാണ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുകയാണ്. ഇത് ബിസിനസ് സെക്ടർ ആണെന്ന് വെച്ചു.
ഇത് ഹൗസ് ഹോൾഡ് സെക്ടറാണ്. ആണെന്ന് വെച്ചോളൂ. ബിസിനസ് സെക്ടറിന് സാധനം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ സഹായം വേണം. അങ്ങനെ ബിസിനസ് സെക്ടർ ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ നിന്നും ലാൻഡിന്റെ രൂപത്തിലും ലേബറിന്റെ രൂപത്തിലും ക്യാപിറ്റലിന്റെ രൂപത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നു? ഫാക്ടേഴ്സ് ഓഫ് സർവീസ് സ്വീകരിക്കുന്നു. ഹൗസ് ഹോൾഡിൽ നിന്നും സ്വീകരിക്കുന്നു. ഫാക്ടേഴ്സ് ഓഫ് സർവീസ് സ്വീകരിക്കുന്നു. ഒന്നുമില്ല, ഉൽപാദനം നടത്തുന്നതിന് ഹൗസ് ഹോൾഡിൽ നിന്നും ലാൻഡിൽ ലേബറും ക്യാപിറ്റലും ഒക്കെ വേണം. അങ്ങനെ കൊടുക്കുമ്പം ലാൻഡിന് റെന്റ് കൊടുക്കണം, ലേബർക്ക് വേജസ് കൊടുക്കണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇങ്ങനെ ലാൻഡിന് കൊടുക്കുന്ന റെന്റിന്റെ രൂപത്തിൽ, ലേബർക്ക് കൊടുക്കുന്ന വേജസിന്റെ രൂപത്തിൽ, ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ, പ്രോഫിറ്റിന്റെ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും? ബിസിനസ് സെക്ടറിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് പണം പോകും. ഈ പണം ഇവർ കൈവച്ചുകൊണ്ടിരിക്കത്തില്ല. ഇവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഈ പൈസ മുഴുവൻ മുടക്കി ഈ സാധനം ഇവർ മേടിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സാധനം, ഇവരുടെ കയ്യിലുള്ള പൈസ കൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ഇവിടുത്തെ സാധനം മുഴുവൻ വാങ്ങിക്കുന്നു. സാധനം വാങ്ങിക്കുമ്പോഴേക്കും ഇവിടെയുള്ള പൈസ മുഴുവൻ എങ്ങോട്ടേക്ക് വരുന്നു? ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് വരുന്നു. സാധനം മുഴുവൻ ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് വരുന്നു, പൈസ മുഴുവൻ ബിസിനസ് സെക്ടറിലേക്ക് വരുന്നു. ഹൗസ് ഹോൾഡ് സെക്ടറിലല്ല, ബിസിനസ് സെക്ടറിൽ. ബിസിനസ് സെക്ടറിൽ പിന്നെ സാധനം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോഴേക്കും പൈസ മുഴുവൻ ഹൗസ് ഹോൾഡ് സെക്ടറിൽ വരുന്നു, സാധനം ബിസിനസ് സെക്ടറിലേക്ക് വരുന്നു. ഹൗസ് ഹോൾഡ് സെക്ടർ ആ സാധനം വാങ്ങിക്കുന്നു, അപ്പോഴേക്കും പൈസ ബിസിനസ് സെക്ടറിലും സാധനം ഹൗസ് ഹോൾഡ് സെക്ടറിലും വരുന്നു. ഇതിങ്ങനെ സർക്കുലർ ഫ്ലോ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതിനൊരു ബ്രേക്ക് ഉണ്ടാവത്തില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, 100 യൂണിറ്റ്, ഇപ്പോൾ ഈ എക്കോണമിക്ക് 100 യൂണിറ്റ് സാധനമാണ് വേണ്ടതെന്ന് വെച്ചു. ഇവരുടെ അസംഷൻ പ്രകാരം 100 യൂണിറ്റ് സാധനം മാത്രമേ ബിസിനസ് സെക്ടർ ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ. അപ്പോൾ 100 യൂണിറ്റ് സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് 10,000 രൂപയാവുന്നു. അപ്പൊ 10,000 രൂപയുണ്ട്, 100 യൂണിറ്റ് സാധനമുണ്ട്. ബിസിനസ് സെക്ടറിൽ 100 യൂണിറ്റ്, ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ കറക്റ്റ് 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ആ 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴേക്കും പല രീതിയിൽ ഈ 10,000 രൂപ ഹൗസ് ഹോൾഡ് സെക്ടറിൽ എത്തും. ഹൗസ് ഹോൾഡ് സെക്ടർ എന്ത് ചെയ്യുന്നു? ഈ 10,000 രൂപ കൊടുത്ത് ഈ സാധനം കംപ്ലീറ്റ് വാങ്ങിക്കുന്നു. അപ്പൊ സാധനം ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ വന്നു, പൈസ ബിസിനസ് സെക്ടറിന്റെ വന്നു. അവർ പിന്നെ സാധനം പ്രൊഡ്യൂസ് ചെയ്യും. സാധനം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും സാധനം ബിസിനസ് സെക്ടറിന്റെ വന്നു, പൈസ ഹൗസ് ഹോൾഡ് സെക്ടറിലെത്തി. ഇവർ പിന്നെ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഹൗസ് ഹോൾഡ് സെക്ടർ അവരുടെ പൈസ എല്ലാം മുടക്കുന്നു. അവരൊന്നും സേവ് ചെയ്യുന്നില്ല. ഈ സാധനം എല്ലാം വാങ്ങിക്കുകയും ചെയ്യും. കാരണം ഇവർക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായ സാധനങ്ങൾ മാത്രമേ ബിസിനസ് സെക്ടർ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് സർക്കുലർ ഫ്ലോ. ഈ പടം നമുക്കൊന്ന് വരയ്ക്കാം. അപ്പൊ അടുത്ത സെൻസ് നിങ്ങൾ ഇങ്ങനെ എഴുതണം. It can be explained with the help of a diagram. It can be explained with the help of a diagram എന്ന് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഒരു എന്റെ മുന്നിൽ ഇപ്പൊ ഞാനിപ്പം തൽക്കാലം കണ്ടെത്തിയാണ്. ഇവിടെ ഒരു പടം കിടക്കുന്നു. ഇപ്പൊ രണ്ട് ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യത്തെ സെക്ടറാണ് ഹൗസ് ഹോൾഡ് സെക്ടർ. ഞാൻ HS എന്ന് ഇടുന്നുള്ളൂ. നിങ്ങൾ ഹൗസ് ഹോൾഡ് സെക്ടർ എന്ന് എഴുതാം കേട്ടോ, അല്ലെ ഹൗസ് ഹോൾഡ്സ് എന്നെങ്കിലും ഇടണം. രണ്ടാമത്തെയാണ് ബിസിനസ് സെക്ടർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? ഫേംസ്. ഇങ്ങനെ 2 കോളം തയ്യാറാക്കുക. ഒരേ രീതിയിലൊക്കെ കൊടുക്കണം കേട്ടോ. എന്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൊണ്ടും ഇത്തിരി പ്രശ്നങ്ങളൊക്കെ കൊണ്ടും ഇങ്ങനെ കൊടുക്കുന്നത്. ഹൗസ് ഹോൾഡ്സ്, ഫേം ആണല്ലോ. എന്നിട്ട് ആദ്യം ഈ പടം വരയ്ക്കണം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പടം വരയ്ക്കണം. ആദ്യം പടം വരച്ചു, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ പടത്തിലോട്ട് നോക്കിയിരുന്നോണം. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമാവും. നിങ്ങൾ വൃത്തിയായിട്ട് ഇപ്പം ഇതെടുക്കുക. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് ഇത്രയും വരയ്ക്കുക വൃത്തിയായിട്ട്. ഹൗസ് ഹോൾഡ്, ഫേംസ് രണ്ടും ഒരേ ലെങ്തിൽ, ഒരേ ഇതിലൊക്കെ ആയിരിക്കണം, സൈസിലൊക്കെ വരയ്ക്കുക. എന്നിട്ട് ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഇങ്ങനൊരു ഫ്ലോ കൊടുക്കുക. ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നും ബിസിനസ് സെക്ടറിലേക്കാണ് ഫസ്റ്റ് ഫ്ലോ. ഒന്നാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോ. എന്നിട്ട് ഇവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ എഴുതണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എനിക്ക് എഴുതുന്ന ബുദ്ധിമുട്ടുണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചിലപ്പം കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ: ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓണ്ടർപ്രണർഷിപ്പ്. ലാൻഡ്, ലേബർ, ഞാൻ എക്സെട്ര കൊടുക്കുകയാണ്. ഇങ്ങനെ എക്സെട്ര കൊടുക്കരുത്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ്, ഇത്രയും നിങ്ങൾ എഴുതണം. അതാണ് ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത്.
ആണല്ലോ. ഇനി രണ്ടാമത്തെ ഫ്ലോ എഴുതണം. ലാൻഡിന് എന്ത് കൊടുക്കും? റെന്റ് കൊടുക്കണം, ലേബർക്ക് വേജസ് കൊടുക്കണം, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലേ? ആ ഫ്ലോ ആണ് ഈ വരുന്നത്. ഇതെന്താണ്? ഇവിടെ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് എഴുതണം കേട്ടോ. അതുകൊണ്ട് ഞാൻ എക്സെട്ര കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ എക്സെട്ര കൊടുക്കരുത് നിങ്ങൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് കൊടുക്കണം കേട്ടോ. എക്സെട്ര എന്ന് കൊടുക്കാം, അല്ലേ? അപ്പോൾ ലാൻഡ്, ലേബറും ക്യാപിറ്റലും ഒക്കെ ഇവർ എന്ത് ചെയ്യുകയാണ്? ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്ന് ആര് വാങ്ങിക്കുകയാണ്? ഫേംസ് വാങ്ങിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോ ഒന്നുകൂടെ പറയാണ്. ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഗാർഹിക മേഖലയിൽ നിന്നും ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിനെയും ഓണ്ടർപ്രണർഷിപ്പിനെയും ബിസിനസ് സെക്ടർ വാങ്ങിക്കുന്നു. അതാണ് ആദ്യ ഫ്ലോ. ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് റിട്ടേൺ കൊടുക്കണ്ടേ? ലാൻഡിന് എന്ത് കൊടുക്കണം? ലാൻഡിന് റെന്റ് കൊടുക്കണം, ലേബർക്ക് വേജസ് കൊടുക്കണം, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, കൂട്ടി യോജിപ്പിക്കുന്ന ഓണ്ടർപ്രണർക്ക് പ്രോഫിറ്റ് കൊടുക്കണം. അപ്പം ഫാക്ടർ ഇൻകം രണ്ടാമത്തെ ഫ്ലോ ആണ്. ഫാക്ടർ ഇൻകം എന്തൊക്കെയാണ്? ലാൻഡിന്റെ റെന്റ്, ലേബറിന്റെ വേജസ്, പിന്നെ ക്യാപിറ്റലിന്റെ ഇൻട്രസ്റ്റ്, കൂട്ടി യോജിപ്പിക്കുന്ന ഓണ്ടർപ്രണറുടെ പ്രോഫിറ്റ്. അതത്ര എഴുതണം. രണ്ടാമത്തെ ഫ്ലോ. ഫസ്റ്റ് ഫ്ലോ ഹൗസ് ഹോൾഡ് സെക്ടർ ടു ദ ഫേംസ്. ഹൗസ് ഹോൾഡ് സെക്ടർ ടു ഫേം ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ്. അത്രയും സ്വീകരിക്കുന്നു, പണം കൊടുത്ത് മേടിക്കുവാണ്. അങ്ങനെ ലാൻഡ്, ലേബറും ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പും ഹൗസ് ഹോൾഡ് സെക്ടറിൽ നിന്നും ബിസിനസ് സെക്ടറിലേക്ക് പോകുന്നു. അത്രയും സ്വീകരിച്ചു. അപ്പൊ ലാൻഡിന് റെന്റ് കൊടുക്കണം, ലേബർക്ക് വേജസ് കൊടുക്കണം, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇത് കൂട്ടി യോജിപ്പിക്കുന്ന ഓണ്ടർപ്രണർക്ക് അല്ലെങ്കിൽ എന്റർപ്രണർക്ക് അല്ലെങ്കിൽ ഓർഗനൈസർക്ക് പ്രോഫിറ്റ് വേണം. ഈ രീതിയിൽ ഫേംസിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് ഫാക്ടർ ഇൻകത്തിന്റെ രൂപത്തിൽ പണം ഇങ്ങോട്ട് എത്തി. രണ്ട് ഫ്ലോ ആയല്ലോ. മൂന്നാമത്തെ ഫ്ലോ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പറഞ്ഞു വരുമായിരുന്നു അല്ലേ? ആ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പറഞ്ഞു വന്നപ്പോൾ പിന്നെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ മടിയൻ മല ചുമക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? ആ ഒരു പ്രശ്നമാണ് എനിക്ക് സംഭവിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാമറയിൽ ഇതിപ്പം നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോഴേ എനിക്ക് ഒരാൾ ഈ വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി എടുക്കാൻ പറ്റൂ. അപ്പോൾ മിക്കവാറും ആരും കാണത്തില്ല, ഞാൻ മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ സമയം നോക്കി വരുമ്പോൾ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാം, ആരെങ്കിലും ഒരാൾ വെച്ചിട്ട് വീഡിയോ ഒന്ന് വെച്ച് തരാൻ പറഞ്ഞിട്ട് പോകും, അല്ലെ ഞാൻ തന്നെ വന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫോക്കസ് കിട്ടത്തില്ല ചിലപ്പോൾ. അപ്പോൾ ഇത് ഞാനിങ്ങനെ വെച്ചിട്ട് ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഒക്കെ വളരെ വിശദീകരിച്ച് വൃത്തിയായിട്ട് മൊത്തം ഒക്കെ പഠിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും ഞാനത് മറന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മിസ് കോൾ തോന്നി. ഒരു കോൾ അടിച്ചിട്ട് കട്ടായിപ്പോയി. ഈ കോൾ അടിച്ചിടയ്ക്ക് കട്ടായി പോയപ്പം നമ്മുടെ കട്ടായിപ്പോയി, വീഡിയോ കട്ടായിപ്പോയി. ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ 2-3 കോൾ അടിച്ചിരുന്ന ബെല്ലടിച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഒരു 10-16 മിനിറ്റ് വരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് കഴിഞ്ഞു പോയത് അത്ര ഇതായിപ്പോയി. നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോയും സെക്കൻഡ് ഫ്ലോയും പറഞ്ഞു. ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി ഒന്ന് കേട്ടോ. ഫസ്റ്റ് ഫ്ലോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടെടുത്തോട്ടെ. ആ 2 വീഡിയോ കൂടെ ഞാൻ മെർജ് ചെയ്തിട്ട് തരാം. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്ന് ഉണ്ടോ? ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത്, ആദ്യ പ്രവാഹം എന്ന് പറയുന്നത് നമ്മുടെ ഗാർഹിക യൂണിറ്റുകൾ, നമ്മുടെ കുടുംബ യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നെന്നാ പറയുന്നത്? ഫേംസിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് ലാൻഡിനെയും ലേബറിനെയും ക്യാപിറ്റലിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് ലാൻഡ് കൊടുക്കുന്നു, റെന്റ് കൊടുക്കുന്നു, ലേബർ വേജസ് ഇതൊക്കെ സപ്ലൈ ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഫേംസ് ഹൗസ് ഹോൾഡിൽ നിന്നും ഇതിനെല്ലാം മേടിക്കുകയാണ്. അങ്ങനെ നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിൽ നിന്നും ഫേംസിലേക്കാണ്. ഞാൻ ഫേംസിന് എപ്പോഴും ബിസിനസ് സെക്ടർ എന്നാണ് പറയുന്നത്. ഇച്ചിരി കൂടെ നിങ്ങൾ മുന്നോട്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ ഫേംസ് ഹൗസ് ഹോൾഡ് എന്നൊക്കെ കഴിഞ്ഞിട്ട് എലാബറേറ്റ് ചെയ്ത് വലിയൊരു 3-4 പേജുള്ള എസ്സേ ഒക്കെ ആക്കി ഡെവലപ്പ് ചെയ്യേണ്ട വലിയൊരു ടോപ്പിക്കാണ് ഇത്. ഇതിനൊക്കെ നിരവധി ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന് എങ്ങനെ വരുന്നു, അതിന്റെ കാരണങ്ങളൊക്കെ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ക്യാപ്സുൾ രൂപത്തിലേ പറയുന്നുള്ളേ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് സെക്ടർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയ ലാൻഡും ലേബറും ക്യാപിറ്റലും ബിസിനസ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ ഫേംസിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ ഫേംസ് ഇത് മേടിക്കുകയാണ്. ലാൻഡ് മേടിക്കുന്നു, ലേബറിനെ മേടിക്കുന്നു, എന്ന് വെച്ചാൽ ഇവരെ പൈസ കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ സേവനങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡ് മേടിക്കുന്നു, ലാൻഡ് മേടിക്കുന്നു, ലേബർ മേടിക്കുന്നു, ക്യാപിറ്റൽ ഇതെല്ലാം സ്വീകരിക്കുന്നു. ആ ഫ്ലോ ആണ് ഫസ്റ്റ് ഫ്ലോ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്ക്. ഇത് സ്വീകരിച്ചാൽ നമ്മുടെ ഫേംസിന് ലാൻഡ് സ്വീകരിച്ചാൽ ലാൻഡിന് റെന്റ് കൊടുക്കണം, ലേബർക്ക് വേജസ് കൊടുക്കണം, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഫേമിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് സെക്കൻഡ് ഫ്ലോ ഇതേണ്ട്. ഒന്നാമത്തെ ഫ്ലോ ഇതായിരുന്നു. രണ്ടാമത്തെ
ഫേമിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് എന്നീ രൂപത്തില് പണം അങ്ങോട്ടേക്ക് പോകുന്നു. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആദ്യം സ്വീകരിച്ചു. ആദ്യം ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്ക് പോയി. ഫേം ലാൻഡിന് റെന്റ് കൊടുത്തു, ലേബർക്ക് വേജസ് കൊടുത്തു, ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് കൊടുത്തു. അങ്ങനെ ഫേമിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് പണം പോയി. രണ്ടാമത്തെ ഇത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഫേംസ് സാധനങ്ങൾ നിർമ്മിച്ചു. അപ്പൊ സാധനങ്ങൾ മുഴുവൻ ഫേമിലെത്തി. സാധനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ചെലവിന്റെ രൂപത്തിൽ ഈ ഫേമിൽ ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ഹൗസ് ഹോൾഡിൽ വന്നു. ഇത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ വെറുതെ ഒന്ന് പറയുകയാണ്. ഇപ്പൊ ഇതൊരു ക്ലോസ്ഡ് എക്കോണമി ആണെങ്കിൽ രാജ്യത്തിലെ മൊത്ത വരുമാനം GNI, ഗ്രോസ് നാഷണൽ ഇൻകം, ഓർത്തിരിക്കേണ്ട, വെറുതെ പറയുന്നേ ഉള്ളൂ. രാജ്യത്തിലെ മൊത്ത വരുമാനം ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ വന്നു. രാജ്യത്തെ മൊത്ത ഉൽപാദനം GDP അത് എവിടെ വന്നു? ഫേമിൽ വന്നു. ഫേം എന്ത് ചെയ്യുന്നു? ഫേമിന്റെ കയ്യിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടർ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ് വരുമാനം ഉപയോഗിച്ച് ഈ സാധനങ്ങൾ വാങ്ങിക്കും. സാധനങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ GDP നേരെ ഇങ്ങോട്ടേക്ക് വന്നു. സാധനങ്ങൾ മുഴുവൻ ഹൗസ് ഹോൾഡിലേക്ക് വന്നു. പൈസ മുഴുവൻ ഫേമിലേക്ക് വന്നു. പിന്നെ ഇവർ സാധനം ഉൽപ്പാദിപ്പിക്കും. ഫേംസ് സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോഴേക്കും സാധനം ഫേമിൽ വരികയും ഇവരുടെ പൈസ മുഴുവൻ ഹൗസ് ഹോൾഡ് സെക്ടറിന്റെ വരികയും ചെയ്യും. ഹൗസ് ഹോൾഡ് സെക്ടർ എന്ത് ചെയ്യും? ഹൗസ് ഹോൾഡ് സെക്ടർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ പൈസ ഉപയോഗിച്ച് പിന്നെ സാധനമായി. അങ്ങനെ ഒരു രാജ്യത്തിലെ GNBയും GDP ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നാ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വെറുതെ അറിഞ്ഞിരുന്നാൽ മതി. ഇവർ സാധനം വാങ്ങിക്കുമ്പോഴേക്കും ഈ GNI മുഴുവൻ ഇവിടെ വരും, GDP മുഴുവൻ ഇവിടെ വരും. പിന്നെ ഇവർ സാധനം നിർമ്മിക്കും. അതിങ്ങനെ മാറി മറിഞ്ഞ് ഈ സർക്കുലർ ഫ്ലോ ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. തേർഡ് ഫ്ലോ കൂടെ ആയപ്പോഴും കട്ടായി പോകുന്നു തോന്നുന്നു. അപ്പൊ തേർഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോ ആദ്യം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മേടിച്ചു. ലാൻഡ്, ലേബറും ക്യാപിറ്റലും ഒക്കെ മേടിച്ചു. പറഞ്ഞാൽ പിന്നെ പറയുന്നതെന്ന് തോന്നുന്നു, അറിയത്തില്ല. ലാൻഡ്, ലേബറും ഒക്കെ സ്വീകരിച്ചു. അതാണ് ഒന്നാമത്തെ ഫ്ലോ. അതിൽ ലാൻഡിന് റെന്റ് കൊടുത്തു, ലേബർക്ക് വേജസ് കൊടുത്തു. അങ്ങനെ ഫേമിലുള്ള പൈസ മുഴുവൻ ഹൗസ് ഹോൾഡ് സെക്ടറിൽ വന്നു. അല്ലേ? ഹൗസ് ഹോൾഡ് സെക്ടർ ഈ പൈസ കൈവശം വെച്ചോണ്ടിരിക്കുന്നില്ലെന്ന് പറഞ്ഞു. നമ്മളൊരു അസംഷൻ പറഞ്ഞായിരുന്നു, ഹൗസ് ഹോൾഡ് സ്പെൻഡ് ദെയർ എൻറ്റയർ ഇൻകം, നത്തിങ് സേവ്ഡ്. ഹൗസ് ഹോൾഡ് സെക്ടർ അവരുടെ പൈസ മുഴുവൻ ചെലവഴിക്കും, ഒന്നും സമ്പാദിക്കുന്നില്ല. അതുകൊണ്ട് എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെ ചിലവ് ഈ പൈസ കൊടുത്ത് ഇവർ വാങ്ങിക്കുകയാണ്. ഇവര് പൈസ എല്ലാം ഫേമിന് കൊടുക്കും ഈ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി. അല്ല, കുറച്ച് പൈസ സേവ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ സേവ് ഒന്നും ചെയ്ത് വെക്കുന്നില്ല. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റേ ഇല്ല ആ കാലഘട്ടത്തിൽ. അല്ലെ? രണ്ട് സെക്ടറിനെ പറ്റി മാത്രമേ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. ക്യാപിറ്റലിസ്റ്റുകളും ലേബേഴ്സും, മുതലാളിമാരും തൊഴിലാളികളും. ഒന്നും സമ്പാദിക്കാൻ കഴിവില്ലാത്തവരാണ് തൊഴിലാളികൾ. കിട്ടുന്ന പൈസ കൊടുത്തവർ സാധനം മുഴുവൻ വാങ്ങിക്കുകയാണ്. അങ്ങനെ പൈസ മുഴുവൻ ഫേംസ് ഹൗസ് ഹോൾഡ് സെക്ടർ അല്ലെങ്കിൽ ഗാർഹിക യൂണിറ്റുകൾ പൈസ മുഴുവൻ മുടക്കി ഇവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അത് വാങ്ങിക്കുകയാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളുടെ ചെലവിന്റെ രൂപത്തിലേക്ക് ഇവരുടെ പൈസ മുഴുവൻ ഫേമിലേക്ക് വന്നു. മൂന്നാമത്തെ ഫ്ലോ. അങ്ങനെ പൈസ മുഴുവൻ ഇങ്ങോട്ട് ചെന്നപ്പോഴേക്ക് ഇവരെന്ത് ചെയ്തു? സാധനം സപ്ലൈ ചെയ്തു. അതാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതാണ് നാലാമത്തെ ഫ്ലോ. ഇത്രയും കാണാവോ എന്ന് എനിക്കറിയത്തില്ല വൃത്തിയായിട്ട്. അപ്പൊ ആദ്യ ഫ്ലോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓണ്ടർപ്രണർഷിപ്പ് എന്ന് എഴുതണം. രണ്ടാമത്തെ ഫ്ലോ ഇവിടെ ഫേമിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് ഫാക്ടേഴ്സ് ഇൻകം, റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. മൂന്നാമത്തെ ഫ്ലോ എക്സ്പെൻഡിച്ചർ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്ക്. നാലാമത്തെ ഫേംസ് നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് ഞാൻ വരച്ച പോലെ വരയ്ക്കരുത്, വളരെ വൃത്തിയായിട്ട് വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിക്കണം. എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു തരുമ്പോൾ ഈ വരച്ചിരിക്കുന്ന പടവും കൂടെ ഒന്ന് നോക്കിക്കോണം. ഇപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ, സമയമില്ല, ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരുമ്പോഴെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ തടസ്സമായിരിക്കും. അല്ല എല്ലാ ക്ലാസ്സും ഇന്ന് തന്നെ 10 ഒരു ക്ലാസ് എടുക്കണമെന്ന് വെച്ചിരിക്കുക. അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഇങ്ങനെയൊക്കെ വരും, കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോവുകയാണ്, ഈ പടത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ്. ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം എന്ന് കൊടുത്തായിരുന്നു. എന്നിട്ട് ഈ ഡയഗ്രാം വരച്ചു. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതുക, ഇൻ ദ എബോവ് ഡയഗ്രാം അല്ലെങ്കിൽ ഇൻ ദ എബോവ് ഫിഗർ. വെറുതെ കിടക്കട്ടെ. The household sector gives. Household sector gives. Household sector നൽകുന്നു. Gives. The factors of production they own. OWN. The household sector gives the factors of production they own. അവരുടെ കയ്യിലുള്ള ഉൽപാദന ഘടകങ്ങൾ നൽകുന്നു. Namely, land, labor, capital and entrepreneurship to firms. അവരുടെ കയ്യിലുള്ള ലാൻഡ്, ലേബറും ക്യാപിറ്റലും ഓണ്ടർപ്രണർഷിപ്പും ആർക്ക് നൽകുന്നു? ഫേമിന് നൽകുന്നു. അതാണ് ഫസ്റ്റ് ഫ്ലോ.
ആണല്ലോ. എന്നിട്ട് അടുത്ത സെന്റൻസ് എങ്ങനെ എഴുതണം? ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്ലോ. വളരെ ഷോർട്ടാക്കിയാ പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്ലോ. പിന്നെ അടുത്ത സെന്റൻസ് എന്ന് പറയുന്നത് അടുത്ത പാരഗ്രാഫ് ആക്കി എഴുതിക്കും. യൂസിങ് ദീസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. യൂസിങ് ദീസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച്, യൂസിങ് ദീസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എവിടെയാണ്? യൂസിങ് ദീസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദ ഫേം പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? സാധന സേവനങ്ങൾ നിർമ്മിക്കുന്നു. ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ച് സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നു, സാധന സേവനങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. യൂസിങ് എന്നോട് പറയുകയാണ്, യൂസിങ് ദീസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ദ ഫേംസ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അടുത്ത സെന്റൻസ് they reward the owners of the factories of production. They reward the owners, OWNERS. They reward, അതിന് പ്രതിഫലം കൊടുക്കണമല്ലോ. They reward the owners of the services. They reward the owners of the factories of production എന്ന് പറയുന്നത് ശരി. They reward the owners of factories of production. എന്താണ് ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ? എന്താണെന്നറിയാം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, അതൊന്നും എഴുതണ്ട. നമ്മൾ എഴുതിയിട്ടുണ്ട് ഇവിടെ. റിവാർഡ് ലാൻഡിന്, റെന്റ്, ലേബർക്ക് വേജസും, ക്യാപിറ്റൽ ഇൻട്രസ്റ്റും, ഓണ്ടർപ്രണർഷിപ്പിന് പ്രോഫിറ്റും ആണെന്നറിയാം. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. യൂസിങ് ദീസ്, ഇവിടെ തൊട്ട് യൂസിങ് ദീസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദ ഫേംസ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദേ റിവാർഡ് ദ ഓണേഴ്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ബ്രാക്കറ്റ് വേണേ ഇട്ടു. ഇൻ ദ ഫോം ഓഫ് റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്ന് ഇട്ടേനെ ബ്രാക്കറ്റ്. ഒരു കൺഫ്യൂഷൻ വേണ്ട. ദിസ് വാസ് ദ സെക്കൻഡ് ഫ്ലോ. ഇപ്പൊ സംശയമില്ലല്ലോ. ഇതാണ് രണ്ടാമത്തെ ഫ്ലോ. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. സെക്കൻഡ് ഫ്ലോ. ഇനി അതിന്റെ അടുത്തായിട്ട് എഴുതണം. ദ ഹൗസ് ഹോൾഡ് യൂസ് ദ ഫാക്ടർ ഇൻകം. അടുത്ത ഇതാണ് ദ ഹൗസ് ഹോൾഡ്സ് എന്ത് ചെയ്യുന്നു? യൂസ് ദ ഫാക്ടർ ഇൻകം ടു ബൈ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ബൈ ദ ഫേം. ഇൻ ദിസ് വേ മണി ഫ്ലോസ് ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫേംസ്. മൂന്നാമത്തെയാണ്. ഇവർ ഈ സാധനം ഉൽപ്പാദിപ്പിച്ച് ബിസിനസ് സെക്ടർ ഇരിക്കുകയും പൈസ ഹൗസ് ഹോൾഡ് സെക്ടർ ഇരിക്കുകയല്ല. അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളാണ് ബിസിനസ് സെക്ടർ അല്ലെങ്കിൽ ഫേംസ് നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ഫ്ലോ പറഞ്ഞിരിക്കുന്നത് ദ ഹൗസ് ഹോൾഡ്സ് യൂസ് ദ ഫാക്ടർ ഇൻകം ടു ബൈ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് മെയ്ഡ് ബൈ ദ ഫേം. ഇൻ ദിസ് വേ മണി ഫ്ലോസ് ഫ്രം ഹൗസ് ഹോൾഡ്സ് ടു ഫേംസ്. ദാറ്റ് ഈസ് ദ തേർഡ് ഫ്ലോ. എന്ന് പറയണ്ട, അത്ര എഴുതിയാൽ മതി. അടുത്ത പാരഗ്രാഫായിട്ട് ചേർത്ത് എഴുതിയാലും മതി. പൈസ കൊടുക്കുമ്പോൾ അതിന് സാധനം കൊടുക്കണ്ടേ? അതാണ് നാലാമത്തെ ഫ്ലോ. ഇൻ റിട്ടേൺ ദ ഫേംസ് ഗീവ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദ ഹൗസ് ഹോൾഡ്സ്. ഇൻ റിട്ടേൺ, അതിന് പകരമായിട്ട് ദ ഫേം ഗീവ്സ്, ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധന സേവനങ്ങൾ നൽകുന്നു ടു ദ ഹൗസ് ഹോൾഡ്സ്. ദിസ് ഈസ് ദ ഫോർത്ത് ഫ്ലോ. അടുത്ത സെന്റൻസ് ഇങ്ങനെ എഴുതണം. ദിസ് ഈസ് ദ ഫോർത്ത് ഫ്ലോ കഴിഞ്ഞ് thus the circular flow is complete. അത്രയും ചേർത്ത് എഴുതുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചേർത്തങ്ങ് എഴുതുക. അതോടുകൂടി സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തീർന്നു. എക്സാമിന് ചിലപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം സ്ഥിരം ചോദിക്കുന്നതാണ്. ചിലപ്പോൾ ആരോമാർക്കൊക്കെ ഇങ്ങനെ തെറ്റിച്ച് തന്നിട്ട് ശരിയാക്കാൻ ചോദിക്കാൻ ചിലപ്പം നമുക്കറിയാൻ പറ്റത്തില്ല. എങ്ങനെ ചോദിച്ചാൽ ഇത് വൃത്തിയായിട്ട് എഴുതിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിതിനെ മണി ഫ്ലോ എന്നും റിയൽ ഫ്ലോ എന്നും പറയാം കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ ചോദിക്കണമായിരിക്കും. അങ്ങ് ഒരു കാര്യമില്ല. ഇതിനകത്തിൽ പണത്തിന്റെ ഒഴുക്കും റിയൽ ഫ്ലോയും മണി ഫ്ലോയും എന്താണെന്ന് അടുത്ത പാരഗ്രാഫായിട്ട് അങ്ങ് എഴുതിക്കോ. ദ ഫ്ലോ ഓഫ് there are two types of flows, മണി ഫ്ലോ ആൻഡ് റിയൽ ഫ്ലോ. ഇവിടെ രണ്ട് തരം പ്രവാഹങ്ങളാണുള്ളത്, മണി ഫ്ലോയും റിയൽ ഫ്ലോയും. ദ ഫ്ലോ ഓഫ് മണി ഫ്രം ഫേംസ് ടു ഹൗസ് ഹോൾഡ് ആൻഡ് ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫേംസ് ഈസ് കാൾഡ് മണി ഫ്ലോ. ദ ഫ്ലോ ഓഫ് മണി തന്നെ അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. പണത്തിന്റെ ഒഴുക്ക് ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്കും ഫേമിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്കുമുള്ള ഫ്ലോ ഓഫ് മണിയാണ് മണി ഫ്ലോ എന്ന് പറയുന്നത്. ദ ഫ്ലോ ഇൻ ദ ഫോം ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം വൺ സെക്ടർ ടു അതർ അല്ലെ ടു അനദർ. ഒരു സെക്ടറിൽ നിന്നും മറ്റൊരു സെക്ടറിലേക്കുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോയെയാണ്
റിയൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ മണി ഫ്ലോ എന്ന് എഴുതി. ദ ഫ്ലോ ഓഫ് മണി ഫ്രം ഫേംസ് ടു ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഫ്രം ഹൗസ് ഹോൾഡ് ടു ഫേംസ് ഈസ് കാൾഡ് മണി ഫ്ലോ. ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്കും ഫേമിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്കുമുള്ള മണിയുടെ ഫ്ലോയെ മണി ഫ്ലോ എന്ന് പറയുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ ഫിഗറിൽ ഏതൊക്കെയാണ് മണി ഫ്ലോ വരുന്നത്? നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ പടത്തിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ നാലാമത്തെയാണോ നോക്കൂ. എന്നിട്ട് നിങ്ങൾ എഴുതിക്കോ, നമ്മുടെ ഡയഗ്രത്തിൽ വരുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഫ്ലോ ആൻഡ് തേർഡ് ഫ്ലോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോ ഏതാ മക്കളെ? സെക്കൻഡ് ഫ്ലോ GDP-യിൽ നിന്നും ഹൗസ് ഹോൾഡ് സെക്ടറിലേക്ക്. കറക്റ്റ് ആണ്. റെന്റിന്റെ, വേജസിന്റെ, ഇൻട്രസ്റ്റിന്റെ പണമാണ് സെക്കൻഡ് ഫ്ലോ. ഇത് മണി ഫ്ലോ ആണ്. സെക്കൻഡ് ഫ്ലോ മണി ഫ്ലോ ആണ്. തേർഡ് ഫ്ലോ എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് അവരുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയാണ്. സാധനത്തിന്റെ ചെലവ് എന്ന രൂപത്തിൽ ഇവർക്ക് റെന്റിന്റെ രൂപത്തിൽ കിട്ടിയ, വേജസിന്റെ രൂപത്തിൽ കിട്ടിയ, ഇൻട്രസ്റ്റിന്റെ രൂപത്തിൽ കിട്ടിയ, പ്രോഫിറ്റിന്റെ രൂപത്തിൽ കിട്ടിയ പണമാണ്. അപ്പൊ രണ്ടാമത്തെ പണമാണ് ഫേംസിൽ നിന്നും ഹൗസ് ഹോൾഡിലേക്ക് പോയത്. മൂന്നാമത്തേതും പണമാണ് പോയത്. അപ്പൊ ഇൻ ദ ഫിഗർ, ഇൻ ദ സർക്കുലർ ഫ്ലോ, ദിസ് ഫിഗർ സെക്കൻഡ് ഫ്ലോ ആൻഡ് തേർഡ് ഫ്ലോ ആർ എക്സാമ്പിൾസ് ഓഫ് മണി ഫ്ലോ. പിന്നെ അടുത്ത പറഞ്ഞു റിയൽ ഫ്ലോ എന്താണെന്ന്. ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം വൺ സെക്ടർ ടു അനദർ സെക്ടർ ഈസ് കാൾഡ് റിയൽ ഫ്ലോ. അപ്പൊ ബാക്കി രണ്ടെണ്ണം ഏതൊക്കെയാണ്? ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ഫ്ലോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റിയൽ ഫ്ലോ അല്ലേ? നോക്കട്ടെ. ആ ഫസ്റ്റ് ഫ്ലോ അതെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ്, ലേബറോ പോയത്. ഫോർത്തിൽ സാധനങ്ങളാണ് പോയത്. മകളെ ഫസ്റ്റ് ഫ്ലോയിൽ ഹൗസ് ഹോൾഡിൽ നിന്നും ഫേമിലേക്ക് പോയത് സാധനങ്ങൾ, ലാൻഡ്, ലേബറും ക്യാപിറ്റലുമോ, പണമല്ലല്ലോ പോയത്. അപ്പൊ ഇത് റിയൽ ഫ്ലോ ആണ്. നാലാമത്തെ സാധനങ്ങളാണ് പോയത്. 1ഉം 4ഉം റിയൽ ഫ്ലോയും 2ഉം 3ഉം എന്തുമാണ്? മണി ഫ്ലോയും ആണ്. വ്യക്തമാണല്ലോ. ഇനി ഒരു ചെറിയ കോൺസെപ്റ്റോടെ നമുക്ക് ഇതിൽ പറയാനുണ്ട്. ലീക്കേജസ് ആൻഡ് ഇൻജക്ഷൻസ്. വേറെ ടോപ്പിക്കാണ് ലീക്കേജസ് ആൻഡ് ഇൻജക്ഷൻസ്. എന്താണ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഒരു വാട്ടർ ടാങ്ക്, അതിൽ നിന്നും വെള്ളം വെളിയിലേക്ക് പോകുന്നു, അതാണ് ലീക്കേജ് എന്ന് പറയുന്നത്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാലോ, ഞാൻ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നു, എനിക്ക് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ തരുന്നു. അപ്പൊ എന്റെ എന്നിലേക്ക് പ്രവഹിക്കുന്നതാണ്, എന്നിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇഞ്ചക്ഷൻ, എന്നിൽ നിന്നും പുറത്തു പോകുന്നതാണ് ലീക്കേജ്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമുള്ളൂ. അപ്പൊ അതെങ്ങനെ എക്കണോമിക്കലായിട്ട് അതെങ്ങനെ പറയുമെന്ന് ചോദിച്ചാൽ, ദ ഔട്ട്ഫ്ലോ ഫ്രം ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇവിടെ നിന്നും പണം പുറത്തേക്ക് ഒഴുകുന്നു. ദ ഔട്ട്ഫ്ലോ ഓഫ് ദ മണി ഫ്രം ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം, അല്ലെങ്കിൽ ദ ഔട്ട്ഫ്ലോ, ഇങ്ങനെ എഴുതിയാൽ മതി എക്സ്പ്ലനേഷൻ. ദ ഔട്ട്ഫ്ലോ ഫ്രം ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ ദ എക്കോണമി ഈസ് കാൾഡ് ലീക്കേജസ്. The outflow from the circular flow of income in the economy is called leakages. For example, a part of the income of the household kept aside as savings without spending is leakage. ഹൗസ് ഹോൾഡ് നമ്മൾ പറഞ്ഞു അവരുടെ വരുമാനം മുഴുവൻ ചെലവഴിക്കുന്നത്. ഈ ഹൗസ് ഹോൾഡിൽ കിട്ടിയ പണം അവർ കുറച്ച് ചെലവഴിക്കാതെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സർക്കുലർ ഫ്ലോയിലേക്ക് എന്ത് ചെയ്യത്തില്ല? ഈ പണം വരത്തില്ല, ഇവിടെ നിന്ന് ലീക്കായി പോയി. ഈ സർക്കുലർ ഫ്ലോയിൽ കിടന്ന് കറങ്ങേണ്ട പണമാണ് ഹൗസ് ഹോൾഡ് സേവ് ചെയ്തത്. അത് ലീക്കേജസിന് ഉദാഹരണമാണ്. ഇവിടെ വരേണ്ട പണത്തിന്റെ അളവ് കുറയുന്നു, ലീക്കേജസിന് ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനെ എഴുതണം. ഫോർ എക്സാമ്പിൾ, എ പാർട്ട് ഓഫ് ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡ് കെപ്റ്റ് ASID ആ സേവിങ്സ് വിത്തൗട്ട് സ്പെൻഡിങ് ഈസ് ലീക്കേജ്. അവർ സ്പെൻഡ് ചെയ്യാതെ സേവ് ചെയ്യുന്നതെന്ന് പറയുന്നത് ലീക്കേജിന് ഉദാഹരണമാണ്. അടുത്തതെന്ന് പറയുന്നത് ഫ്ലോ ഫ്രം വൺ ഔട്ട്സൈഡ് ഇൻ ടു ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഫ്ലോ ഫ്രം ഔട്ട്സൈഡിൽ നിന്നും, വെളിയിൽ നിന്നും, ഫ്ലോ ഫ്രം ഔട്ട്സൈഡ് ഇൻ ടു ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. സർക്കുലർ ഫ്ലോയിലേക്ക് ഉള്ള ഫ്ലോയാണ് എന്തെന്ന് പറയുന്നത്? എക്കോണമി ഈസ് കാൾഡ് ഇൻജക്ഷൻസ്. അതിനാണ് ഇൻജക്ഷൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതണം. ഒന്നുകൂടെ പറയാം. ഫ്ലോ ഫ്രം ഔട്ട്സൈഡ് ഇൻ ടു ദ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ ആൻ എക്കോണമി ഈസ് കാൾഡ് ഇൻജക്ഷൻസ്. എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ദ മണി സ്പെൻഡ് ബൈ ദ ഗവൺമെന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻജക്ഷൻസ്. ഗവൺമെന്റ് പണം ചെലവഴിക്കുന്നു, എക്കോണമിയിലേക്ക് വരുന്ന പണമാണ്, അത് ഇൻജക്ഷൻസ് ആണ്. വ്യക്തമായല്ലോ? അപ്പൊ ആ ഒരു ഘട്ടം കൂടി കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം പറഞ്ഞു, റിയൽ ഫ്ലോയും മണി ഫ്ലോയും പറഞ്ഞു, പിന്നെ ലീക്കേജസ് ആൻഡ് ഇൻജക്ഷൻസ് 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്.
അല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോണം, ഈ ഹൗസ് ഹോൾഡ് സ്പെൻഡ് ചെയ്യാതെ പണം സൂക്ഷിക്കുമ്പോൾ ഈ ഫ്ലോയിൽ വരേണ്ട പണമാണ് ഇല്ലാതായി പോകുന്നത്, ലീക്കായി പോയത്. അതുകൊണ്ടാണ് ഹൗസ് ഹോൾഡ് സേവ് കെപ്റ്റ് അസൈഡ് ആ സേവിങ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലീക്കേജ് പറഞ്ഞത്. പിന്നെ ഗവൺമെന്റ് ഇവിടേക്ക് കൊടുക്കുന്ന പണം അഡീഷണൽ ഇങ്ങോട്ട് വന്ന് കയറുന്നതാണ്. അതാണ് എന്തെന്ന് പറയുന്നത്, ഇൻജെക്ഷൻസ് എന്ന് പറയുന്നത്. മറ്റേതെന്തായിരുന്നു, ലീക്കേജസ്. മക്കൾ, അടുത്ത നമ്മൾ ഇനി പഠിക്കുന്നത് മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം ആണ്. ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത ഘട്ടത്തിൽ എന്ത് ചെയ്യാം വിശദമായിട്ട് പറയാം. ഇതിന്റെ ഇടയ്ക്ക് വല്ല കോള് വന്ന് കട്ടായിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് വലിയ ഡൗട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എല്ലാവർക്കും ഈ കൊറോണയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ ഇരുന്ന് കൂടുതൽ സമയം പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുക. വിക്ടേഴ്സിലെ ക്ലാസ് ഒക്കെ കാണുന്നെന്ന് വിശ്വസിക്കുന്നു. മൊത്തത്തിൽ എനിക്ക് ഇച്ചിരി തിരക്കും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് ക്ലാസ് ഓരോ ആഴ്ചയിൽ അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റാത്തത്. എന്നാലും താമസിയാതെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വിടാം. പിന്നെ എല്ലാവരും ഇരുന്ന് പഠിക്കുക. സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. തൽക്കാലം നമ്മൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.